ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസ്. കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് എക്കോസ്പോർട്ടാണ്. ഫോർഡിൻ്റെ എക്കോസ്പോർട്ട് 1.5. അത് ഡീസൽ ഓപ്ഷൻ വന്നിരിക്കുന്ന വാഹനം, ടൈറ്റാനിയമാണ്. ഫുൾ ഓപ്ഷൻ വന്നിരിക്കുന്ന വാഹനമാണ്. പിന്നെ അതുകൂടാതെ തന്നെ 2020 ഇതിൻ്റെ മോഡൽ വന്നിരിക്കുന്നത്. 2020 മോഡൽ. അതേപോലെ തന്നെ കിലോമീറ്റർ ഞാൻ പറയാം. ഇൻറ്റീരിയേഴ്സ് കാണിക്കാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. ഫുൾ കവർ ഇൻഷുറൻസും ലൈഫ് ടാക്സൊക്കെ വന്നിരിക്കുന്ന വാഹനമാണ്. രജിസ്ട്രേഷൻ വന്നിരിക്കുന്നത് എക്സ്പയറി വന്നിരിക്കുന്നത് 2035 3 മാസം വരെ വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ID വാല്യൂ നിലവിൽ 8.28 lakhs ID വാല്യൂ നിലവിൽ വാങ്ങി നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു എക്കോസ്പോർട്ട് ഫുൾ കണ്ടുവരാം. ഇൻ ആൻഡ് ഔട്ട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കണ്ടുവരാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഇന്ന് എത്തിക്കുന്നത് ഫോർഡിൻ്റെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു വാഹനമാണ്. ഫോർഡ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട വാഹനങ്ങളിൽ ഒന്നാണ്. പിന്നെ അത് മാത്രമല്ല, ഫോർഡിൻ്റെ ആ ഒരു സെയിൽസൊക്കെ ക്ലോസ് ചെയ്യുന്ന സമയത്തും തലയെടുപ്പോട് കൂടി നിന്നിട്ടുള്ള ഏതൊരു വാഹനമാണ് ഫോർഡിൻ്റെ എക്കോസ്പോർട്ട്. ഈ എക്കോസ്പോർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു സ്ട്രോങ് ഒരു വാഹനമാണ്. പിന്നെ കുറച്ചൊരു കോമ്പാക്റ്റാണ് വാഹനം. അധികം വലിയ വണ്ടിയല്ല, എന്നാൽ വലിയ ചെറിയ വണ്ടിയല്ല, അതിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണ്. പിന്നെ ഒരു എന്താ പറയുക, സബ് ക്ലാസ് SUVയിലൊക്കെ പെടുത്താൻ പറ്റാവുന്ന ആ ഒരു വാഹനം കൂടിയാണ്. പിന്നെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ടൈറ്റാനിയം ഓപ്ഷനിൽ വന്നേക്കാണ്. അപ്പോൾ എല്ലാവിധ ഫീച്ചേഴ്സായിട്ടുള്ള ഓർഡറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിന് അലോയ് വീൽസും അതേപോലെ തന്നെ ഇതിൻ്റെ ഗ്രിൽസ് ആയാലും ഈ മൗണ്ടറായിട്ട് വന്ന ഇൻഡിക്കേറ്റേഴ്സ് ആയാലും അങ്ങനെ ഒരുപാട് ഫോഗ് ലാംപ്സും ഇതൊക്കെ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും വണ്ടി എത്ര ആ ഒരു റിച്ച് ഫീല് നമുക്കിവിടെ തരുന്നുണ്ട്. പിന്നെ ഒബ്വിയസ്ലി ഇതൊരു ബ്ലാക്ക് കളറാണ്. ബ്ലാക്കൊക്കെ നല്ല ലുക്കാണ് ഈ വാഹനം കാണാനായിട്ട് തന്നെ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നേരിട്ട് തന്നെ കാണാം. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഓരോരോ പാർട്സിലേക്കൊന്ന് ഫസ്റ്റ് പോയേക്കാം. ഇത് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ വീൽ ആർച്ചും കാര്യങ്ങളും പരിചയപ്പെട്ടേക്കാം. വീൽ ആർച്ചൊക്കെ നോക്കാം. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന വീൽ ആർച്ചാണ്. ഒരു സ്ക്രാച്ച് പോലും ഇല്ല. ടയറൊക്കെ നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഫോർഡിൻ്റെ ഒറിജിനൽ അലോയ് വീൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ബോണറ്റ് നോക്കുകയാണെങ്കിൽ ഒരു പൊട്ടിക്ക് പോലും സ്ക്രാച്ചോ ഡെൻ്റൊന്നുമില്ല. കണ്ടോ, നല്ല നീറ്റായിട്ടിരിക്കുന്ന ആ ഒരു ബോണറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കിനി ലോവർ പോർഷനിലേക്ക് വരുമ്പോൾ ഹെഡ് ലാംപ്സ് നോക്കാം. അതേപോലെ ഗ്രിൽസ് നോക്കാം. എല്ലാത്തിലും ക്രോമിയം ലൈനിങ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. താഴെ നമുക്ക് ഫോഗ് ലാംപ്സും കാര്യങ്ങൾ വരുന്നുണ്ട്. അതേപോലെ ബമ്പേഴ്സ് നോക്കാം. എവിടെയായാലും ഒരു പൊടിക്ക് പോലും സ്ക്രാച്ച് നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വരാം. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ വീൽ ആർച്ച് നോക്കാം. ഇവിടെയും ഒരു സ്ക്രാച്ചോ ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളോ നമുക്ക് കിട്ടുന്നില്ല. നീറ്റായിട്ടിരിക്കുന്ന വീൽ ആർച്ചാണ്. അതേപോലെ ഇവിടെ ടയർ കണ്ടീഷൻ നോക്കാം. നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സ് വരുന്നുണ്ട്. അലോയ്സും കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു. സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ 2 ഡോർ നോക്കാം. നമ്മൾ മിറർ കാണണം എങ്ങനെയാണ് അതേപോലെ തന്നെ ഇരിക്കണം. ഒരു പൊടിക്ക് പോലും സ്ക്രാച്ചില്ല. ഇവിടെയും വീൽ ആർച്ച് നോക്കാം. നല്ല ഗ്രിപ്പ് നിൽക്കുന്ന, അല്ലെങ്കിൽ നല്ല നീറ്റായിട്ട് നിൽക്കുന്ന വീൽ ആർച്ച്, നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അലോയ്സ് കാര്യങ്ങളൊക്കെ നോക്കാം. സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുമ്പോൾ ബാക്ക് സൈഡിൽ ഡീഫോഗസ് വരുന്നുണ്ട്. റിയർ വൈപ്പർ വരുന്നുണ്ട്. പിന്നെ ലോവർ പോർഷനിലേക്ക് വരണമെങ്കിൽ ഇവിടെ നമുക്ക് എക്കോസ്പോർട്ടിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ സ്പെയർ വീല് ഫുൾ കവർ ആയിട്ട് വന്നേക്കണം. അത് ടൈറ്റാനിയം ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെയും ടൈറ്റാനിയത്തിൻ്റെ ബാഡ്ജിങ് കിട്ടുന്നുണ്ട്. താഴെ നമുക്ക് ഫൈബർ പാർട്സൊക്കെ കാണാം. നീറ്റായിട്ട് നയിക്കുന്ന ആ ഒരു ബാക്ക് പോർഷൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് വരണമെങ്കിൽ 2 ഡോറും ഇവിടെയും ആ ഒരു നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കണ്ട അതേ ആ ഒരു ഗ്ലാസ് എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഡോറൊന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് 4 പവർ വിൻഡോസിൻ്റെ കൺട്രോൾ ബട്ടൺ കിട്ടുന്നുണ്ട്. അതേപോലെ 2 കളർ കോമ്പിനേഷനിലാണ് പാഡ് വന്നേക്കണേ. ഇനി ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ആ ഒരു ഫോർഡിൻ്റെ ടച്ച് നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ പറ്റും. ഒരു റിച്ച് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ സീറ്റ്സൊക്കെ നോക്കണ്ട, വളരെ നീറ്റായിട്ടുണ്ടെങ്കിൽ സീറ്റ്സാണത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് SRSൻ്റെ എയർ ബാഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ മിഡിൽ നമുക്ക് ഹെഡ്സപ്പായിട്ട് നിൽക്കുന്ന ആ ഒരു ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ സ്റ്റിയറിംഗ് നോക്കാം. സ്റ്റിയറിങ്ങിലും കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഉണ്ടോ, 47,000 കിലോമീറ്ററിന് വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കണം. പുഷ് സ്റ്റാർട്ട് ബട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിഡിൽ നമുക്ക് AC ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വന്നേക്കണേ. ഇവിടെ ലോവർ പോർഷനിൽ ഫ്ലോറും കാര്യങ്ങളും നോക്കാം. ഡോർ പാഡ്സ് നോക്കാം. സീറ്റ്സ് നോക്കാം. അതുപോലെ പാസഞ്ചർ സൈഡിലെ സീറ്റ്സ് നോക്കാം. ആണോ, നീറ്റായിട്ടിരിക്കുന്ന സീറ്റ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, റൂഫ് നോക്കാം. റൂഫായാലും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന റൂഫ് നമുക്കിവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്കിവിടെ കാണിക്കാനുള്ളത്. ഇനി നമുക്ക് പയ്യെ വാഹനത്തിൻ്റെ പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. പാസഞ്ചർ സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെയും നമുക്ക് ആ ഒരു ഡോറും കാര്യങ്ങളൊക്കെ കാണാം. മൾട്ടി കളർ വരുന്ന ഡോർസാണ്. ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റാവുന്ന ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് ലെഗ് റൂം കാര്യങ്ങളൊക്കെ കാണാം. ന്യായമായിട്ട് ലെഗ് റൂം കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. കാണാം,
നീറ്റായിട്ടിരിക്കുന്ന ഒരു ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഡോർ ക്ലോസ് ചെയ്യാം. നമുക്ക് വാഹനത്തിൻ്റെ എൻജിൻ റൂം നോക്കിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഫോർഡ് എക്കോസ്പോർട്ടിൻ്റെ ആ ഒരു എൻജിൻ ഭാഗം. വളരെ കോമ്പാക്റ്റ് ആയിട്ടിരിക്കുന്ന എൻജിനാണത്. കണ്ടോ, നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ച വാഹനമായതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി ഇവിടെ കാണുന്നതിന് മനസ്സിലാവും. എഡ്ജസൊക്കെ കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും രീതിയിലുള്ള ഡെൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം. പേസ്റ്റിങ്ങിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നോക്കാം. ലീക്കേജ് ഉണ്ടെങ്കിൽ നോക്കാം. ക്യാമറ വളരെ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന ഒരു എൻജിൻ റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡ് വ്യൂ കൂടി നോക്കിക്കാം. കണ്ടോ, ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ടിലേക്ക് ഒന്ന് പോകാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കിക്കാം. അതിൻ്റെ ലിഡൊന്ന് ഡോർ ഓപ്പൺ ചെയ്യട്ടെ. നമുക്കറിയാം എക്കോസ്പോർട്ടിൻ്റെ ആ സ്റ്റൈൽ ഇങ്ങനെയാണ്. ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നീറ്റായിട്ടിരിക്കുന്ന ഡോർ നമുക്കിവിടെ കാണാം. അതുപോലെ ബൂട്ട് സ്പേസ് നോക്കാം. വലിയ സ്പേസ് എന്ന് പറയാനില്ല, അതിന് കുഴപ്പമില്ലാത്ത സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ അതിൻ്റെ എഡ്ജ് ടു എഡ്ജ് വ്യൂ നോക്കാം. കണ്ടോ, ഇവിടെ നോക്കാം. കണ്ടോ, ഡോറ് നോക്കാം. ഡോറിൻ്റെ എഡ്ജസ് കൂടി നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ എഡ്ജ് ടു എഡ്ജ് വ്യൂ. കണ്ടോ, അതേപോലെ നമുക്കിനി സ്പെയർ വീൽ കാണിക്കാൻ പറ്റില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു തരും. ഇത് കവേർഡാണ്. ഓക്കെ, കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് റേറ്റ് സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഫോർഡ് എക്കോസ്പോർട്ട് കണ്ടു കഴിഞ്ഞ് നല്ല കലക്കം വാഹനം, ടൈറ്റാനിയം ഓപ്ഷനിൽ വന്നേക്കുന്ന വാഹനമാണ്. അതുകൂടാതെ തന്നെ ഡീസലാണ്. നല്ല മൈലേജും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ 2020 മോഡലാണ്. അതുകൂടാതെ തന്നെ 48,000 കിലോമീറ്റർ മാത്രമേ വാഹനം നിലവിൽ ഓടിയിട്ടുള്ളൂ. 8.28 lakhs ID വാല്യൂ നിലവിൽ വാഹനത്തിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെയായിരുന്നു ഇതിൻ്റെ ഇൻട്രോയും ഔട്ട്രോയും ഒക്കെ നമുക്ക് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ റേറ്റ് പറയാം. റേറ്റ് പറഞ്ഞേക്കാൻ മുന്നേ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സും പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ആ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ്. പിന്നെ അത് മാത്രമല്ല ഡെയിലി നമ്മുടെ ഓരോ വാഹനങ്ങൾ കിട്ടുന്നുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ്സ് കൂടി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു ഫോർഡ് എക്കോസ്പോർട്ടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9.65 lakhs ആണ്. 9,65,000 ആസ്കിംഗ് പ്രൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പറിനകത്തേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ അതിനകത്തുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോസ് കാണാം. ടാറ്റാ, ബൈ, ടേക്ക് കെയർ.